நைட்டு 11 மணி ஆனாலும் பவர் கட் ஆகுது, 12 மணிக்கு பவர் கட் ஆகுது, കാലയില ഒരു 10 തടവയാത് പവർ കട്ട് ആകും. സ്ത്രീകൾക്കായാലും പാരാത്രിക്ക് വന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ആഹാരം വെച്ച് കഴിക്കാൻ പോലും ഒക്കാത്ത ഇപ്പൊ പോങ്കറുണ്ട്. നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 8 വർഷമായിട്ട് LDF ഭരിച്ചപ്പോഴത്തേക്ക് കറണ്ട് ഉണ്ടായിരുന്നു, പവർ കട്ടില്ലായിരുന്നു. UDF ഭരിക്കുന്ന സമയത്ത് കറണ്ട് ഇല്ല, പവർ കട്ടും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുവാണെന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ്നാട് സ്വദേശിനിയായിട്ടുള്ളൊരു യുവതി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഞാനും ഒന്ന് ചിന്തിച്ചു കാണാം, അതിൻ്റെ തലേന്നത്തെ ദിവസം. അപ്പോൾ ആ വീഡിയോയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ ഇതിനോട് ഇപ്പോഴത്തെ ഈ ഒരു പവർ കട്ടിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. കാരണം ആ യുവതി പറഞ്ഞതുപോലെ തന്നെ പിള്ളേരും മക്കളും കൊച്ചുമക്കളും കൈക്കുഞ്ഞും അതുപോലെ സുഖമില്ലാതെ നടക്കുന്ന ആളുകൾ, ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന താമസിച്ച് ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാറ്റഗറിയിലും ഒരുപാട് രീതിയിലുള്ള ലൈഫ് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് വെച്ചിട്ട് 3 നേരം 4 നേരം കട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ യുവതി പറഞ്ഞതിനോട് കുറച്ച് കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. കട്ട് ചെയ്യുന്നെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒരുമിച്ച് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ സമയം ഒന്ന് മാറ്റി കട്ട് ചെയ്യാം. ഈ ഒരു 10 മണി 11 മണി 12 മണി 1 മണി ഈ ആളുകൾ ഉറങ്ങുന്ന സമയം, ജോലി കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഒന്ന് ആഹാരം കഴിക്കുന്ന സമയം. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഈ ചൂടും പിടിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ദേഷ്യം വരും. അപ്പം അവരവരെ വികാരം അത് പ്രകടിപ്പിച്ചു പോകും. ഇപ്പം പുള്ളിക്കാരിയെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഇതിനോട് ആ യുവതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം ഞാൻ ആ പുള്ളിക്കാരിയുടെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഇത് ഓവറായിട്ട് പോവാണ്. ഇപ്പോൾ 2, 3, 4 വട്ടമൊക്കെ ഒരു ദിവസം രാത്രി 11 മണി 12 മണി കട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ഈ ചൂടും പിടിച്ചിട്ട് ഈ കൈക്കുഞ്ഞും അതുപോലെ ജോലി കാര്യങ്ങളും കൂലിയൊക്കെ ഉള്ള ആളുകളൊക്കെ എന്താണ് ചെയ്യുക? ഓക്കെ, ഞാൻ എന്തായാലും ആ യുവതിയുടെ വീഡിയോ ഇവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ആണ്, എന്നിട്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് കണ്ടേ. പക്ഷേ ഇവിടെ ഇപ്പം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കറണ്ട് പോക്കില്ല എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനൊരു പരിഹാരമാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് പവർ കട്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പവർ കട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പം ഈ ഒരു ഗവൺമെൻറ് വന്ന സമയത്ത്, ഈ ഒരു സർക്കാർ വന്ന സമയത്ത് അതിങ്ങനെ ഇടവിട്ട് അടുപ്പിച്ചാക്കിയപ്പോഴത്തേക്ക് ജനങ്ങൾ പെട്ടെന്ന് അത് നോട്ട് ചെയ്തു. ഒരു 15 മിനിറ്റ് കട്ട് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വരും, പിന്നെ ഒരു 15 മിനിറ്റ് കട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഇതായപ്പോഴത്തേക്ക് ജനങ്ങൾ പെട്ടെന്ന് ഇത് നോട്ടീസ് ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പവർ കട്ടില്ലെന്നല്ല, അപ്പോഴും പവർ കട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം നോട്ട് ചെയ്യാത്തൊരു സംഭവം ഇപ്പം നോട്ട് ചെയ്തു. പിന്നെ ഇതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ഒരു പരിഹാരമെന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് പവർ കട്ട് കൊണ്ടിരിക്കാൻ വയ്യ, LDF സർക്കാരിൻ്റെ ഈ കാലത്ത് പവർ കട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ ചെളിവാരി എറിയാതെ ഈ ഒരു വിഷയത്തിൽ എല്ലാ പാർട്ടിക്കാരും ഒത്തൊരുമിച്ച് ഇതിനൊരു പരിഹാരമാണ് കാണേണ്ടത്, അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ആ யுவதிയുടെ வீடியோ ഒന്ന് ഞാൻ ഇവിടെ വെച്ച് தரேன். அனைவருக்கும் வணக்கம். கேரளாவுக்கு 8 வருஷம் ஆச்சு. இது வரைக்குமே இந்த மாதிரி பிரச்சனையை பார்த்ததே கிடையாது. என்ன அப்படின்னா பவர் கட்டு அடிக்கடி இப்ப எல்லாம் பவர் கட் ஆகிக்கிட்டே இருக்குது. 8 வருஷத்துல இந்த மாதிரி ஒரு பவர் கட்டு நான் பார்த்ததே கிடையாது. இந்த மாதிரி கை குழந்தை வச்சிருக்கவங்க எல்லாம் என்ன பண்ணுவோம், நாங்க நைட்டு 11 மணி ஆனாலும் பவர் கட் ஆகுது, 12 மணிக்கு பவர் கட் ஆகுது, காலையில ஒரு 10 தடவையாவது பவர் கட் ஆகுது. நிறைய இன்ஃப்ளூயன்சர்ஸ் இருக்கீங்க, நிறைய மக்கள் இருக்கீங்க, இத பத்தி யாருமே ஏன் பேச மாட்டேங்கிறீங்க? இவ்வளோ பவர் கட் ஆகுது. இப்ப நான் இந்த வீடியோ எடுக்கிறது கூட என்னோட கேமராவோட லைட்ல இருந்து தான் நான் எடுத்துக்கிட்டு இருக்கேன். பவர் கட் அப்படிங்கறதுனால குழந்தைங்க எல்லாம் தூங்கல. சோ கேரளா கவர்மெண்ட், கேரளா CM இதுக்கு ஒரு சொல்யூஷன் எங்களுக்கு கொடுத்தே ஆகும். முடிஞ்ச அளவுக்கு இந்த வீடியோவை ஷேர் பண்ணுங்க. താങ്ക് യു. ഓക്കെ, പുള്ളിക്കാരി ഈ ഒരു വീഡിയോ മുഖ്യമന്ത്രി VD സതീശൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാ ആളുകളിലും എത്തിക്കുക. മുഖ്യമന്ത്രിയും VD സതീശൻ സാറും അതുപോലെ ആഭ്യന്തരമന്ത്രി എല്ലാവരും കാണട്ടെ.
കാരണം ഇതിനൊരു പരിഹാരമാണ് കാണേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുള്ളിക്കാരി എന്തായാലും മാന്യമായിട്ടാണ് സംസാരിച്ചത്. കഴിഞ്ഞ ഇപ്പം അടിക്കടി പുള്ളിക്കാരി പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട്, അടിക്കടി കറണ്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ തുടരെ. അപ്പം നമ്മൾ ഇപ്പം അതാണ് പുള്ളിക്കാരിയും പറഞ്ഞത്, കഴിഞ്ഞ ഇപ്പം 8 കൊല്ലം ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ തുടരെ കറണ്ട് പവർ കട്ട് ഇല്ലായിരുന്നെന്നല്ല, തുടരെയുള്ള പവർ കട്ട് ഇല്ലായിരുന്നെന്നാണ് പുള്ളിക്കാരി ഇതിലൂടെ പറയുന്നത്. കഴിഞ്ഞ 8 കൊല്ലത്തിൽ ചിലപ്പോൾ 1 മണിക്കൂറോ ചിലപ്പം 2 മണിക്കൂറോ ചിലപ്പോൾ ഒരുമിച്ച് പോയാലും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. പക്ഷേ കറണ്ട് ഇപ്പം പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു, ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഇപ്പോൾ കറണ്ട് പോകുന്ന ഒരു 15 മിനിറ്റ് കറണ്ട് പോയിട്ട് കറണ്ട് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളൊക്കെ എന്നിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് കൈ അങ്ങോട്ടിട്ട് വായിലോട്ട് വയ്ക്കുമ്പോഴത്തേക്കായി കറണ്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതങ്ങ് മാറും. നമ്മൾ ചിന്തിക്കും, ഓ പുല്ല് ഇതെന്തോ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് നോട്ടീസ് ചെയ്യും പെട്ടെന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഞാനൊരു വീഡിയോ കൂടെ വെച്ച് തരാം, അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ട്. ഒരു യുവതി പറയുന്നതും കൂടെ ഞാൻ വെച്ച് തരാം. പക്ഷേ ഇവിടെ ഈ യുവതി പറയുന്നതിനോട് എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നില്ല. ഈ യുവതി പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. പവർ കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ തുടരെ പവർ കട്ടുണ്ടാകുന്നത് പല ആളുകൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഈ ചൂടും പിടിച്ചിട്ട് പല ആളുകൾക്ക്, പിന്നെ വയസ്സായിട്ടുള്ള രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികൾ, അവരെ നോക്കുന്ന ആളുകൾക്ക്, അപ്പോൾ അതൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റാണ് നല്ലത്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റാണ് നല്ലത്, കഴിഞ്ഞ ഗവൺമെൻറ് മോശമാണ്, ഈ ഗവൺമെൻറ്റാണ് മോശം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരാളെ കുറ്റപ്പെടുത്തി ഒരാളെ വാഴ്ത്തി പാടുകയും ഒരാളെ താഴ്ത്തി ചവിട്ടുകയും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തായാലും ഈ യുവതി പറയുന്ന കുറച്ച് കാര്യങ്ങളോട് എനിക്ക് സാധിക്കുന്നുണ്ട്. ബാക്കി ഒന്ന് കേട്ടു നോക്കാം ഈ പുള്ളിക്കാരി പറയുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് എന്തൊരു കഷ്ടമാണ്. രാത്രി കാലങ്ങളിൽ ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന അകൃത്യ സമയത്ത് കറണ്ടങ്ങ് പോവാണ്. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് കറണ്ടങ്ങ് പോയി കഴിയും. ഇങ്ങനെയാണോ നമ്മൾ ആഗ്രഹിച്ചത്? കേരളത്തെ ഇരുട്ടിലാക്കാനാണോ നമ്മൾ ആഗ്രഹിച്ചത്? ഇത് മനുഷ്യന് ജോലിക്ക് പോകുന്നത് രാവിലെ 6 മണിക്കും 7 മണിക്കും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ്. ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്ന് കയറുമ്പോൾ എത്ര മണിയാവും? നമ്മുടെ വീട്ടിലെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചിലർ 6 മണിയൊക്കെ ആവും സ്ത്രീകൾ വന്ന് കയറാൻ. രാത്രി പുരുഷന്മാർ വരുമ്പോൾ ചിലപ്പോൾ 8-9 മണിയൊക്കെ ആവും. ഇവരൊക്കെ വന്നിട്ടൊന്ന് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഒരു സാഹചര്യമല്ല. അപ്പോഴത്തേക്ക് കറണ്ടങ്ങ് പോവും. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരട്ടത്ത് കിടന്ന് തപ്പണം. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും, നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ എമർജൻസി ഇപ്പം എല്ലാ വീട്ടിലും കാണണമെന്നൊന്നും ഇല്ലതൊന്നും. കഴിഞ്ഞ 10 വർഷം നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ 10 വർഷം നമുക്ക് ഇങ്ങനൊരു പവർ കട്ടേ ഉണ്ടായിട്ടില്ല. പവർ കട്ടെന്ന് പറഞ്ഞ സ്വപ്നത്തിൽ പോലും നമുക്കില്ലായിരുന്നു. പിന്നെ മഴ വരുന്ന സമയത്ത്, മഴക്കാല സമയമൊക്കെ ആവുന്ന സമയത്തെങ്ങാണ് മെല്ലെ പോസ്റ്റോ മരോ ഒക്കെ ഒടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രം ഒരു കറണ്ട് പോക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇതിപ്പം മിനിറ്റ് 8 മണിക്ക് പോവുക, 8:30 കഴിയുമ്പോഴത്തേക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് വരിക, അടുത്തത് 9 മണിക്ക് പോവുക, വീണ്ടും ഇത് തന്നെയാണ്. ഇതാണോ നമ്മൾ ആഗ്രഹിച്ച മാറ്റം? കഴിഞ്ഞ 10 വർഷം നമ്മൾ വളരെ നല്ല പ്രകാശത്തിലായിരുന്നു ജീവിച്ച, ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു തരത്തില്ല. പക്ഷെ ഇതിപ്പോ അങ്ങോട്ട് കയറിയ ഉടൻ തന്നെ അവർ പ്രകാശം മൊത്തം തല്ലിക്കെടുത്തിയിട്ട് ഇങ്ങനെ സൈഡ് തിരിച്ചൊരു ചിരിയും കാണിച്ചു നിന്നിട്ടൊന്നും ഒരു കഥയില്ല. കേരളത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞ ഇതൊന്നുമല്ല മാറ്റം കേട്ടോ. ജനങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന പ്രകാശത്തെ ഊതി അണയ്ക്കുന്ന കുറച്ച് നേതാക്കന്മാരും കുറച്ച് ഭരണാധികാരികളും, ഇതൊന്നും അത്ര നല്ലതല്ല. 5 വർഷം ഷടന്നങ്ങ് പോകും. പിന്നെ ഈ ജനങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതൊക്കെ എല്ലാവരും ഓർത്തിരുന്നാൽ നല്ലതാണ്. പക്ഷെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുമ്പോൾ ചിലരൊക്കെ എൻ്റെ നേരെ ചിലപ്പോൾ പച്ചത്തെറിയുമായി വരാം. അതെന്താണെന്നറിയാമോ? അവരുടെയൊക്കെ ഈറ് നക്കിക്കിടക്കുന്നവരൊക്കെയാണ് അങ്ങനെയുള്ള പിന്നെ കമന്റുകൾ ഇടുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരും അന്തസ്സുള്ളവരും ഒന്നും അങ്ങനെയുള്ള കമന്റ് ഇടത്തില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പരമാർത്ഥമാണെന്ന് അംഗീകരിച്ചു തരും. അല്ലാതെ അവരുടെ മറ്റുള്ളവരുടെ, അതായത് നാടിനെ നശിപ്പിക്കാനുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുന്നവരാണ് മോശം കമന്റ് ഇടുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നമ്മള് പിണറായി സഖാവിന്റെ കുറ്റം എന്താണ് ജനങ്ങൾ പറഞ്ഞത്? കുറ്റം പറഞ്ഞതെന്ന് പറയുന്നത് അദ്ദേഹം ചിരിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ആൾക്കാരെ നോക്കി ചിരിക്കാനല്ല പഠിച്ചത്. കേരളത്തിന്റെ പ്രകാശം സംരക്ഷിക്കാൻ വേണ്ടി, കേരളത്തിലെ ജനങ്ങളുടെ പ്രകാശം സംരക്ഷിക്കാൻ വേണ്ടി അതൊക്കെയാണ് അദ്ദേഹം പഠിച്ചത്. എന്തായാലും ഇപ്പം വല്ലാത്ത ഗതികളിലെ സ്ത്രീകൾക്കായാലും പാരാത്രിക്ക് വന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ആഹാരം വെച്ച് കഴിക്കാൻ പോലും ഒക്കാത്ത ഇപ്പൊ പോകും കറണ്ട്. ഇപ്പൊ കറണ്ട് പോകും. ആ ഗതികേടിലാണ് ഇവിടെ. ആ ഗതികേടില് സങ്കടമുണ്ട്, സങ്കടം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തി തന്നെ ചെയ്യാം. ചേച്ചി പറയുന്ന കഴിഞ്ഞ 10 കൊല്ലത്തിൽ പവർ കട്ടൊന്നും ഇല്ലായിരുന്നെന്നാണ് പറയുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. 10 കൊല്ലത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ നമ്മൾ തുടരെയായി കാണുമ്പോഴത്തേക്ക് അത് നോട്ടീസ് ചെയ്യുന്നതാണ്. പിന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാനെ കൊണ്ടും പറയുന്നുണ്ട് കഴിഞ്ഞ 10 വർഷം പവർ കട്ടില്ലായിരുന്നു എന്നൊക്കെ
ഈ അതും പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. അപ്പം കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഇല്ലായിരുന്നു, പവർ 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 കക്കലായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി 10:30-ക്ക് ശേഷം കറണ്ട് പോയ എത്രയോ രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകളോളം KCBയിൽ പോയി ആളുകൾ പ്രശ്നമുണ്ടാക്കിയ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അത് ശരിയാണ്. KCBയിൽ പോയിട്ട് മണിക്കൂറുകളോളം ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തകർ മണിക്കൂറുകളോളം അവിടെ ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കി അവിടെ കിടക്കിയിരിക്കുകയും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നതൊക്കെ യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ന്യൂസിനകത്ത് കണ്ടിട്ടുള്ളതാണ്. UDF സർക്കാർ ജനത്തെ ബോധ്യപ്പെടുത്തി പവർ കട്ട് ഏർപ്പെടുത്തി. LDF സർക്കാർ ജനങ്ങളെ പറ്റിച്ച് പവർ കട്ട്, അത്രയേ വ്യത്യാസമുള്ളൂ. ഇതെനിക്കൊരു തമാശയായിട്ടാണ്, രസകരമായിട്ടുള്ളൊരു കമൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് വിഷ്ണു സഹദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളി ഇട്ടേക്കുന്ന കമൻ്റാണ്. അപ്പം ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ ഇതിന് എന്താ ഒരു പരിഹാരം? കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ലല്ലോ കറണ്ട് വേണ്ടുന്നത്, എല്ലാ ആളുകൾക്കും കറണ്ട് ആവശ്യമാണ്. അപ്പം ഇതിനെന്താണ് ആവശ്യം, ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്നാണ് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ എല്ലാവരും കൂടെ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഞാനിവിടെ ഒരു മുഖ്യമന്ത്രി VD സതീശൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. അപ്പോൾ പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയും അത് മനോഹരമായിട്ട് പുള്ളി ഇത് ഹാൻഡിൽ ചെയ്തു കേട്ടോ. ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റുകൾ കാണുമ്പോഴത്തേക്കും നമ്മൾ ചിരിച്ചു പോകും, വേറെ ഒന്നുമല്ല. ഇതിപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ കറണ്ട് പോകുന്ന സമയത്ത് കഴിഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്തായേനെ അവസ്ഥയെന്ന് വരെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ ഞാൻ കണ്ടു. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. പോർച്ചുഗീസുകാർ വരുന്നത്, പിന്നെ ഡച്ചുകാർ വരുന്നത്, പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നത്, പോർച്ചുഗീസുകാരുമായി സാമൂതിരി രാജാവ് ഏറ്റുമുട്ടുന്നത്, കുഞ്ഞാലിമരക്കാർ നടത്തിയ വലിയ പോരാട്ടം, കടലിൽ നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ ഞാൻ സംഘാടകനായ അദ്ദേഹത്തിന് ടെൻഷനായി. സംഘാടകർക്ക് ടെൻഷനാവും, ഞാൻ ടെൻഷനാകാതെ അവിടെ ഇരിക്കാനോ. ഞാൻ എപ്പോഴും പറയും, ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. വണ്ടി നിർത്തുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യമുണ്ട്. ഓക്കെ, കണ്ടല്ലോ. എന്തായാലും VD സതീശനായതുകൊണ്ട്, അത് മുഖ്യമന്ത്രി VD സതീശനായതുകൊണ്ട് അത് ഒരു നാക്കിലങ്ങട്ടത് അത് രസകരമായിട്ടങ്ങ് ഒഴിവാക്കി വിട്ടു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലായിട്ട് കാണുന്നവരെങ്കിൽ ചാനലിനോട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.